സഭകൾ UDF-നോടൊപ്പമോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്. അരുൺ, 2016 ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് UDF-ന്റെ ഒപ്പം കോൺഗ്രസ് അല്ലെ UDF-ന്റെ ഒപ്പം ക്രിസ്തീയ സഭകൾ നിന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? ബെന്നി ബെഹനാൻ അന്ന് ജോസ് കെ മാണിയെ പുറത്താക്കി. എങ്ങനെയാണ് പുറത്താക്കിയത്? പാർട്ടിയിൽ നിന്ന് തന്നെ UDF-ൽ നിന്ന് തന്നെ പുറത്താക്കി. അന്ന് UDF-ന്റെ കൺവീനർ ബെന്നി ബെഹനാനാണല്ലോ. അപ്പോൾ UDF കൺവീനർ പുറത്താക്കി. അന്ന് ഒരു നരേറ്റീവ് എന്താണ്? ക്രിസ്ത്യൻ സമൂഹത്തെ UDF-ൽ നിന്ന് അകറ്റാനുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ മുഴുവൻ ചർച്ച. അന്ന് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ജോസ് കെ മാണി നേതാക്കന്മാരും ക്രിസ്ത്യൻ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും എല്ലാം സഭാപിതാക്കന്മാരെല്ലാം ഇതിനെക്കുറിച്ച് ഗാഢമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തുണ്ടായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF-ൽ നിന്നും ഈ പറയുന്ന ജോസ് കെ മാണി പോയപ്പോൾ ഒരു വിഭാഗം വരുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങൾ അങ്ങനെ പുറത്തുപോയി. അതിൻ്റെ ഗുണം കിട്ടിയത് രണ്ട് പാർട്ടിക്കാണ്. ഒന്ന് കിട്ടിയത് CPM-നും ഒന്ന് കിട്ടിയത് BJP-ക്കുമാണ്. അതിൻ്റെ ഒരു നെഗറ്റീവാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഉണ്ടായ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ന് BJP-ക്ക് വോട്ട് കിട്ടുന്നുണ്ട്, LDF-ന് വോട്ട് കിട്ടുന്നുണ്ട്, CPM-ന് വോട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് എന്താണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കോഴിക്കോടിൻ്റെ മലയോര മേഖല, കണ്ണൂരിൻ്റെ മലയോര മേഖല, തീരദേശ മേഖലകൾ മുഴുവൻ ഈ സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന 3 ക്രിസ്ത്യൻ വിഭാഗം എന്താണ് റോമൻ കത്തോലിക്ക, പിന്നെ മറ്റേ നമ്മുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾ, പിന്നെ ഓർത്തഡോക്സ് വിഭാഗം. ഈ 3 വിഭാഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ ആർക്കായി മാറി? ആ സമയത്ത് LDF-നായി മാറി. അതിൻ്റെ ഒരു വലിയ മാറ്റം LDF-ന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് LDF-ന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം എന്താണ്? ജോസ് കെ മാണിക്ക് അന്ന് ഇലക്ഷനിൽ തോറ്റെങ്കിലും അദ്ദേഹത്തിന് രാജ്യസഭാ MP സ്ഥാനം കൊടുക്കുന്നു. അതിനുശേഷം ജോഷി അഗസ്റ്റിൻ മന്ത്രിയാകുന്നു, പിന്നെ നമ്മുടെ ആലപ്പുഴയിലെ MLA സജി ചെറിയാൻ മന്ത്രിയാകുന്നു, ആന്റണി രാജു മന്ത്രിയാകുന്നു. അങ്ങനെ LDF-നെ ക്രിസ്ത്യൻ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഭാഗത്തുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ് ആ സമയത്ത് തെറ്റുപറ്റിയിട്ടുള്ളത്. ഏതാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ കത്തോലിക്ക ബിഷപ്പ് പിന്നെ ലത്തീൻ കത്തോലിക്ക സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂവിൽ നമ്മുടെ വിഴിഞ്ഞം മുതലപ്പൊഴി വിഷയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹമായ പ്രശ്നം മാത്രമാണ് കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴാണല്ലോ ഈ പറയുന്ന മുനമ്പം വിഷയം പുറത്തു വന്നത്. ഈ പറഞ്ഞ വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതുവരെയുള്ള കാലയളവിൽ ഏതെങ്കിലും സംവിധാനത്തിൽ ഈ പറഞ്ഞ LDF-ഉം സഭകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന. ഒരു കാരണവശാലും ഇപ്പോൾ LDF-ൻ്റെ നിന്ന് ജോസ് കെ മാണി ഇറങ്ങി UDF-ന് വരേണ്ട ഒരു കാര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. എന്ത് കാര്യമാണ് നിലനിൽക്കുന്നത്? അവർക്ക് കിട്ടേണ്ട എല്ലാ സംവിധാനം കിട്ടിയിട്ട് LDF CPM-ൻ്റെ കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തില്ലേ? അതിൽ കൂടുതൽ അവരെന്താ ചെയ്യേണ്ടത്? ആകെ 2 സീറ്റേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമ്മുടെ CPI-ൻ്റെ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുക്കുന്നതായിരുന്നല്ലോ ചർച്ച. CPM കയ്യിൽ രാജ്യസഭാ സീറ്റ് കയ്യിൽ വെക്കുന്നതായിരുന്നല്ലോ ചർച്ച. എളമര കരീമിൻ്റെ സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്താ കാര്യം ഉണ്ടാ? ഈ പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റോ 21 സീറ്റോ മാത്രമേ ലീഗിന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ബാക്കി വരുന്ന സീറ്റുകൾ 50 സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ട UDF-ആണ്. ഏത് മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാക്കും? കോട്ടയത്ത് എങ്ങനെയാണ്? കോട്ടയത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? KM മാണി കൈവെള്ളയിൽ കൊണ്ടുനടന്ന കോട്ടയാണ്, അല്ലേ? അവിടെ അങ്ങനെയൊന്നും പിന്നെ UDF-ന് കയറി വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ ഒറ്റയടിക്കൊന്നും UDF-ന് കയറി വരാൻ പറ്റില്ല. ഏത് നേതാക്കളെ വെച്ച് നിങ്ങൾ കയറി വരും? ഈ സ്ഥലങ്ങളൊക്കെ നേതാവ് വേണ്ടേ? ഇടുക്കിയിൽ ഏത് നേതാവിനെ വെച്ചിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നത്? ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നത് ഓരോ ക്രിസ്ത്യൻ മേഖലയും ഓരോ പോക്കറ്റുകളാണ്. ആ സ്ഥലങ്ങളെല്ലാം അതാത് ഏരിയയിൽ നേതാവ് വേണം. ഞാൻ പറയാം, ഇപ്പോൾ സണ്ണി ജോസഫ് MLA ആണ്. ആ കാര്യം എന്താ? പിന്നെ കണ്ണൂരിൻ്റെ മലയോര മേഖല അദ്ദേഹം കൈയടക്കി വെച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം എല്ലാ പ്രാവശ്യം ജയിച്ചു വരുന്നില്ലേ? റോഷി അഗസ്റ്റൻ ഇടുക്കിയുടെ മലയോര മേഖലയിലെ MLA ആണ്. അവിടെ എല്ലാ പ്രാവശ്യവും അദ്ദേഹം ജയിച്ചു വരും. അദ്ദേഹം UDF-ലാണെങ്കിൽ LDF-ലാണെങ്കിൽ ജയിച്ചു വരും. അതാണല്ലോ ഇടുക്കിയുടെ മലയോര മേഖല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്രിസ്ത്യൻ പോക്കറ്റുകളെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതായത് ആ ഏരിയയിലെ നേതാക്കന്മാരാണ്. എൻ്റെ ക്രിസ്ത്യൻ സമൂഹത്തെ കൈകാര്യം ചെയ്തിരുന്ന നേതാവായിരുന്നു പിന്നെ KM മാണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യാമായിരുന്നു. എല്ലാ അരമനകളുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. എല്ലാ പിതാക്കന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് നേതാവിനാണ് ഈ ഉമ്മൻചാണ്ടി സംസാരിച്ചതുപോലെ KM മാണി സംസാരിച്ചതുപോലെ ഉള്ള ഒരു ബന്ധമുള്ളത്? അത് ബന്ധമുള്ള നേതാവ് എന്ന് പറയുന്നത് ആരാണ്? ജോസ് കെ മാണിയും PJ ജോസഫുമാണ്. PJ ജോസഫിൻ്റെ പ്രശ്നം ഇനിയുള്ള 2 കേരള കോൺഗ്രസ് ആണല്ലോ. UDF-ൻ്റെ ഭാഗത്തുള്ള കേരള കോൺഗ്രസ് PJ ജോസഫിൻ്റെ ഭാഗത്ത്. PJ ജോസഫ് പണ്ടത്തെ പോലെ സംസാരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇന്നത്തെ സിറ്റുവേഷനിൽ? ഒരു കാരണവശാലും പറ്റത്തില്ല. മോൻസി ജോസഫിന് അതിന് അത്ര ലെവലിലുള്ള ബന്ധം ഈ പറഞ്ഞ എൻ്റെ സ്റ്റേറ്റിലില്ല. ആ സ്റ്റേറ്റിലുള്ളത് ആരാണ്? ഈ പറഞ്ഞ ജോസ് കെ മാണിക്ക് തന്നെയാണ്. ഡിസ്കഷൻ നടക്കുന്നത് ജോസ് കെ മാണി മോന്തരാണ്. ഈ ഡിസ്കഷൻ നടക്കുന്നത് റോഷി അഗസ്റ്റിനും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന എല്ലാ സംവിധാനത്തിലും പോയി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ LDF-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാക്കി UDF-ലേക്ക് വരും. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് ചോർച്ച ഉണ്ടാക്കി UDF-ലേക്ക് ഞാൻ വരുമെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ലീഗുമായി ബന്ധപ്പെട്ട കാര്യം? ലീഗ് എത്ര
മുസ്ലിം സമുദായം എത്ര സംസാരിച്ച് നേരെയാക്കാമെന്ന് വിചാരിച്ചാലും ക്രിസ്ത്യൻ സമൂഹത്തെ അടുപ്പിക്കാം എന്ന് വിചാരിച്ചാലും പിതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താം എന്ന് വിചാരിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം നമുക്കിങ്ങനെ ഒരു പുകമറച്ച് സൃഷ്ടിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ക്ലീൻ മിസ് ബാബ അവിടെ പോയി സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഈ കേരളത്തിലെ കത്തോലിക്കർ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന്? അല്ല, വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സാദിഖ് അലി ശിഹാബ് നമ്മൾ കോഴിക്കോട് പോയി നമ്മുടെ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ കണ്ടു, അവിടെ കേക്ക് മുറിച്ചു എന്ന് വിചാരിച്ചിട്ട് ലത്തീൻ സഭയുടെ വോട്ട് മുഴുവൻ UDF വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും നടക്കില്ല എന്നേ. ക്രിസ്ത്യൻ സഭകളുടെ ഒരു ശൈലി എന്താണ്? അവർക്ക് കറക്റ്റായ തീരുമാനങ്ങളുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായ തീരുമാനങ്ങളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവമ്പാടി എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. തിരുവമ്പാടി മണ്ഡലം എപ്പോഴും മത്സരിക്കുന്ന ആരാ? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അല്ലേ? ഇതുവരെ അവിടെ മത്സരിക്കാൻ പറ്റും. ആകെ 60-40 60-40% അവിടെ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളുടെ വോട്ട് ഇന്നേ വരെ ലീഗിന് ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ മണ്ഡലത്തിൽ? പക്ഷേ കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ലീഗിൻ്റെ നേതാവിനും ലീഗ് കോൺഗ്രസിന് ജയിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ ആരാണ് CPM സ്ഥാനാർത്ഥി വെച്ചാണ് ലിൻഡോ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനിനെ കൂടെ സ്ഥാനാർത്ഥിയാക്കിയാണ് അവിടെ. അവർക്ക് കറക്റ്റായിട്ട് ആ ഏരിയ, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഏത് സ്ഥാനാർത്ഥീനെ നിർത്തണമെന്നും ഏത് സ്ഥാനാർത്ഥിയാണ് ഈ പിതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ധാരണ ഈ LDFനുണ്ട്. ആ ധാരണയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയാലോ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആരാണ്? അവർക്കറിയാം കറക്റ്റായിട്ട് ആരെ ജില്ലാ സെക്രട്ടറി ആക്കണം എന്നുള്ളത്. അപ്പം ഒരു പരിധിവരെ എൻ്റെ സിസ്റ്റത്തെ മറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചർച്ച നടത്തിയെന്ന് ഉദയഭാനു അവിടെ കൃത്യമായിട്ട് വോട്ടുണ്ടാക്കി. അല്ല, ഞാൻ പറയുന്നത് എൻ്റെ സിസ്റ്റത്തെ ഒരു ചർച്ച കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒരു ശൈലി കൊണ്ടോ ഒരു യോഗത്തിന് വിളിച്ചതുകൊണ്ടോ മാത്രം ഒരു സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ നിങ്ങൾ എങ്ങനെയാണിത് പറയുന്നത്? സ്മൃതി മേഡം നേരത്തെ പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റയടിക്ക് മറയുന്ന സംവിധാനമല്ലാന്നേ. സഭാ നേതൃത്വം പറയുന്നതിനെ കേൾക്കുന്ന ഒരു ശൈലിയുണ്ട്, ആ ഒരു രീതിയുണ്ട്. കാരണം NSS പറയുന്ന പോലെ മുഴുവൻ നായർ വോട്ടുകളും പോവില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്ന പോലെ മുഴുവൻ ഈഴ വോട്ട് പോയില്ല. പക്ഷേ സഭയുമായി ബന്ധപ്പെട്ട് സഭ ഒരു പള്ളികളിലൂടെയൊക്കെ ചില സന്ദേശങ്ങൾ, ഇടയലേഖനം, അങ്ങനെ എല്ലാതെയും ചില സൂചനകളായിട്ട് അതിലൊരു സ്വാധീനം കുറച്ചുകൂടി കൂടുതലുണ്ട്. പറയുന്നത് കൊണ്ട് എല്ലാ നയമാരും അല്ലെങ്കിൽ NSSലെ കരയോഗങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. അത് ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചാണ് സഭയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് സഭയുടെ കാര്യത്തിൻ്റെ അകത്ത് ഇടയലേഖനം വായിച്ചുകൊണ്ട് മാത്രം വോട്ട് പറയുന്നത്, അങ്ങനെ ഇടയലേഖനം വായിക്കില്ലാന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഏത് ഇടയലേഖനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്തോ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ സഭാ പിതാക്കന്മാർ കമാന്നൊരക്ഷരം ഉണ്ടില്ല. ആകെ അടുത്ത കാലത്ത് പറഞ്ഞത് പാമ്പ്ലാനി പിതാവാ. ഏത് 300 രൂപ റബ്ബറിന്റെ മാറ്റം പറഞ്ഞു. പാമ്പ്ലാനി പിതാവ് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താ പിന്നെ തൃശ്ശൂർ എങ്ങനെയാ സുരേഷ് ഗോപി വോട്ട് ചെയ്ത്? സഭ അറിയാതെ വോട്ട് ചെയ്ത്? അല്ലല്ല, ഞാൻ പറയുന്നത് എന്തറിയോ, സഭയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ധാരണയും തീരുമാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് സഭ ഏത് തീരുമാനം എടുക്കുന്നോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഇത് UDFിലേക്ക് വരുമെന്നുള്ളതാണല്ലോ ചർച്ച. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഈ സഭയുടെ വോട്ട് UDFിലേക്ക് വരുമെന്നുള്ള, അതിന് മുൻകൈ എടുക്കുന്ന ആരാ? ലീഗിന്റെ വോട്ട് വെച്ചിട്ടാണ് സഭയിലേക്ക് വോട്ട് വരുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയാ. നിങ്ങൾ നേതാക്കന്മാർ പേര് പറ. കോൺഗ്രസിൽ ഏത് നേതാവ് സംസാരിച്ചിട്ടാണ് സഭയുടെ വോട്ട് കോൺഗ്രസിലേക്ക് വരിക? പറ. ആ നേതാവിൻ്റെ പേര് പറ. ബെന്നി ബെഹനാനോ? ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്നത് ജോസ് കെ മാണി ഈ ആകെ ഇപ്പം മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് ബെന്നി ബെഹനാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ബെന്നി ബെഹനാനെ ഇതിൻ്റെ തലപ്പത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെയും റോമൻ കത്തോലിക്ക, അത് രണ്ടുമാണല്ലോ. ലത്തീൻ കത്തോലിക്ക വിഭാഗം റോമൻ കത്തോലിക്ക വിഭാഗമാണല്ലോ ഇത് ഏറ്റവും വലിയ സഭേൻ്റെ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിലെ. ആ 2 വോട്ട് വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ അങ്ങനെ ഒരു നേതാവ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല. അത് എമർജ് ചെയ്ത് വരണം. ആ എമർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും നേതാവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ആകെ കാണുന്നത് റോമൻ കത്തോലിക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളത് സണ്ണി ജോസഫ് മാത്രമാണ്. ആ സണ്ണി ജോസഫ് എമർജ് ചെയ്ത് വരണം. ആ എമർജ് ചെയ്യുന്നത് എൻ്റെ കേരളത്തിലുള്ള പിതാക്കന്മാരുമായിട്ടും സഭകളുമായിട്ടുള്ള ബന്ധം വരണം. അത് വരാനുള്ള സമയം ഈ പറഞ്ഞ ലീഗ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. Meet the editors.